സംസ്ഥാനത്ത് സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുകയാണ്. വർഷങ്ങളായി ജോലി ചെയ്താലും ESIയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. സർക്കാരിനെതിരെ CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശമ്പള കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്ന് സർക്കാർ പല തവണകളായി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ തുച്ഛമായ വേതനം മുടങ്ങിയിട്ട് 3 മാസമായി. 600 രൂപയാണ് പാചക തൊഴിലാളികൾക്ക് സർക്കാർ നിശ്ചയിച്ച ദിവസക്കൂലി. മാസത്തിൽ കൂടിപ്പോയാൽ 20 ദിവസമാകും ജോലി. കുരുന്നുകൾക്ക് അന്നമൂട്ടുന്നവരുടെ ജീവിതം അന്നം മുട്ടിയിരിക്കുകയാണ്. 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നാണ് സർക്കാർ ചട്ടം. പലപ്പോഴും കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം നൽകാൻ സാധിക്കുന്നില്ല. ഇതൊഴിവാക്കാനായി പലയിടത്തും തൊഴിലാളികൾ തന്നെ പണം നൽകി ഒരാളെ സഹായത്തിനായി നിർത്തും. ഇതിൽ 300 രൂപ സഹായിക്ക് നൽകണം. ഇതിനു മുൻപുണ്ടായിരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും പാചക തൊഴിലാളികൾക്ക് വർഷം തോറും 50 രൂപ വീതം വർദ്ധിപ്പിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ഗവൺമെൻറ്റും, അതിൽ പൊളിറ്റിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 10 പൈസ കൂട്ടി കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ വലിയ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ അർഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ശമ്പളം പോലും കൊടുക്കാത്തൊരു ദയനീയമായിട്ടുള്ള സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യസാധ്യമല്ലാത്ത അധ്വാനഭാരം അടിച്ചേൽപ്പിക്കുക തൊഴിലാളികളിൽ. 67 വയസ്സുള്ള ലില്ലി 35 വർഷമായി പാചക തൊഴിലാളിയാണ്. ഇതുപോലൊരു പ്രതിസന്ധി മുൻപിതുവരെ ലില്ലി നേരിട്ടിട്ടില്ല. ജോലിഭാരം കൂടി പൈസയുമില്ലാത്ത അവസ്ഥയും. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. 6 രൂപയായിരുന്നു ഞാൻ കയറിയ സമയത്തുള്ള കൂലി. ഇപ്പം പൈസ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് പൈസ കൂട്ടണില്ല, ഉള്ള ശമ്പളമോട്ട് തരണമില്ല. ജോലി ഭാരം കൂടുതലായി. 2 കറി വെക്കി 3 കറി വെക്കി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഒരേ ദിവസം ചെല്ലും തോറും ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുതൽ, പൈസ തൊട്ട് കിട്ടണമില്ല. 25 വർഷമായി ഈ ജോലി ചെയ്യുന്ന ശോഭയുടെ സാഹചര്യവും മറിച്ചല്ല. ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് 40 രൂപ ശമ്പളത്തിലാണ് ഞാൻ കയറിയിരുന്നത്. ഇപ്പം ഈ പറഞ്ഞമാതിരി തന്നെ 2-3 വർഷം ഈ ശമ്പളമൊക്കെ മര്യാദയ്ക്ക് കിട്ടാണ്ടായിട്ട് വീട്ടിലാണെങ്കിൽ വയ്യാണ്ട് കിടക്കണ ഒരു അമ്മയുണ്ട്, സുഖമില്ലാത്തൊരു മോനുണ്ട്, ഇപ്പോൾ വിധവയായിട്ട് വന്നേക്കണ ഒരു മോളും ഉണ്ട്. പിന്നെ ഭർത്താവിനാണെങ്കിൽ കാലിന് വയ്യാത്ത കാരണം അതുകൊണ്ട് അപ്പോൾ ഈ പൈസ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ദുരിതത്തിലാണ് ജീവിക്കണത്. വീടാണെങ്കിൽ പൊളിഞ്ഞ് വീഴാറായി കിടക്കണതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. എല്ലാവരോടും കടം മേടിച്ചപ്പോൾ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ മാറിപ്പോവുകയാണ്. പലരുടെയും തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ പഠനം, വായ്പ, ആശുപത്രി ചെലവ്, വലിയ അനിശ്ചിതത്വത്തിലാണ് ഇവരുടെ ജീവിതം. ഞങ്ങളിൽ കുറേ പേരും വാടക വീട്ടിലും വേറെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. ഭർത്താവില്ലാത്തവരുണ്ട്, അല്ലാതെ കല്യാണം കഴിക്കാത്തവരുണ്ട്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്കൂൾ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അധികാരത്തിലെത്തി 8 വർഷം പിന്നിടുമ്പോൾ തുച്ഛമായ ശമ്പളം നേടിയെടുക്കാനുള്ള സമരത്തിലാണ് ഇന്ന് പാചക തൊഴിലാളികൾ. തൊഴിലാളി വർഗ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ദിവസക്കൂലിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നവരെ അന്നമുട്ടിക്കരുതെന്നാണ് AITUCയുടെ നിലപാട്. 24 കൊച്ചി.